വില കൂടിയ അപ്ഗ്രേഡ് ഓപ്ഷനുകളിലേക്ക് ഒന്നും പോകാതെ തന്നെ പ്രിന്റ് ക്വാളിറ്റിയിൽ എങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലൈസറിലെ ചില സെറ്റിംഗ്സുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് പ്രിന്റ് ക്വാളിറ്റിയിൽ എങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? 3D പ്രിന്റിംഗ് ടിപ്സ് ആൻഡ് അപ്ഗ്രേഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള 5ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായി തന്നെ പ്രിന്റ് ക്വാളിറ്റിയിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം, നമ്മുടെ പ്രിന്റുകൾ എങ്ങനെ മികച്ച പ്രിന്റുകളാക്കി മാറ്റാൻ സാധിക്കും എന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പിട്ട വീഡിയോസ് എന്ന് പറയുന്നത് പോർട്ടന്റ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റി, എക്സ്ട്രൂഷൻ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റി, അതുപോലെ തന്നെ ബിൽഡ് പ്ലേറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റി, ഇവയൊക്കെയായിരുന്നു നമ്മളിട്ട വീഡിയോസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ പ്രിന്റ് ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, പ്രിന്റ് ക്വാളിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോസ് ആദ്യമേ ഇട്ടത്. ഈ അപ്ഗ്രേഡ് ഓപ്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ക്വാളിറ്റിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഇതിനു വേണ്ടിയൊക്കെ പണം ചെലവാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിന്റ് ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്നല്ല, അതിലേക്ക് തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ഓരോ പോയിന്റ് വൈസ് പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ കേട്ട ശേഷം ഈ കാര്യങ്ങൾ നിങ്ങളുടെ പ്രിന്ററിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്ത ശേഷം മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ബെഡ് ലെവലിംഗ് ആണ്. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ബെഡ് ലെവലിംഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മിക്കപ്പോഴും ചെയ്യുന്ന കാര്യമല്ലേ, അതിന് ഇത്രയ്ക്ക് ക്വാളിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് വരുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിറ്റി എഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ബെഡ് ലെവലിംഗിൽ വരുന്നുണ്ട്. പെർഫെക്റ്റ് ആയ ഒരു ബെഡ് ലെവലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയ ഒരു പ്രിന്റ് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിന്റിന് ബെൻഡുകൾ വരാൻ സാധ്യതയുണ്ട്. പ്രിന്റ് ചെയ്യുന്ന ലൈനുകൾ വ്യക്തമായി കാണാൻ സാധിക്കുന്ന രീതിയിൽ പ്രിന്റ് ആവും. അത് മാത്രമല്ല, നിങ്ങളുടെ ടോപ്പ് ആൻഡ് ബോട്ടം ലെയേഴ്സ് വളരെ വൃത്തിയായിട്ട് പ്രിന്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ബെഡ് ലെവലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് ഈ ഒരു പ്രിന്റ്, ഇത് നമ്മുടെ ആർക്ക് റിയാക്ടറിന്റെ ഒരു സ്റ്റാൻഡാണ്. ഇത്രയും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെഡ് ലെവലിംഗ് വളരെ മസ്റ്റ് ആണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ് ലെവലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ സ്മൂത്ത് ഫിനിഷിംഗ് ഒരിക്കലും കിട്ടില്ല. സോ ദാറ്റ് വാസ് അവർ ഫസ്റ്റ് പോയിന്റ്. Make sure that you have a perfect bed level. And going on to the second point, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ലെയർ പ്രിന്റ് സ്പീഡ് ആണ്. പ്രിന്റ് സ്പീഡിനെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്രിന്റ് സ്പീഡ് കൂടുതലാണെങ്കിൽ, വളരെ സ്പീഡിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മികച്ച ക്വാളിറ്റി കിട്ടത്തില്ല. സ്പീഡ് വളരെ കുറച്ച് പ്രിന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മികച്ച ക്വാളിറ്റി കിട്ടത്തുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇനിഷ്യൽ ലെയർ പ്രിന്റ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് നമ്മുടെ സ്ലൈസറിൽ വരുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു സെറ്റിംഗ്സിന് ഇത്രയധികം ഇമ്പോർട്ടൻസ്? പലപ്പോഴും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പല ക്രിയേറ്റേഴ്സും ഈ ഒരു ബെഡിലേക്ക് സൂക്ഷിച്ച് നോക്കിയിരിക്കുന്നത്. അത് കാര്യം എന്ന് പറയുന്നത് ഇനിഷ്യൽ ലെയേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് പ്രിന്റ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുന്നതാണ്. കാരണം ഈ ഇനിഷ്യൽ ലെയേഴ്സ് നല്ല രീതിയിൽ പ്രിന്റ് ആയിട്ടില്ലെങ്കിൽ മുകളിലേക്കുള്ള പ്രിന്റ് നേരെ ചൊവ്വേ കിട്ടത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ ഫോർ എവറി പ്രിന്റ് these initial layers are like very important. So even though നമ്മുടെ ടോട്ടൽ പ്രിന്റ് സ്പീഡ് വളരെ കുറവാണ്, നമ്മൾ വളരെ മികച്ചൊരു പ്രിന്റ് എക്സ്പെക്ട് ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും ഇനിഷ്യൽ പ്രിന്റ് സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഒരു നല്ല പ്രിന്റ് ലഭിക്കുകയില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ലൈസർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിഷ്യൽ ലെയർ സ്പീഡ് കാണാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇനിഷ്യൽ ലെയർ സ്പീഡ് എന്ന് പറയുന്നത് 18 to 20 ആണ്. വിത്തിൻ ദാറ്റ് റേഞ്ച് 18 to 20 ഇനിഷ്യൽ ലെയർ സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല മികച്ച ഇനിഷ്യൽ ലെയേഴ്സ് കിട്ടും. ഇനിഷ്യൽ ലെയറിന്റെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ഈ ഫസ്റ്റ് ലെയേഴ്സ് വളരെ പെട്ടെന്ന് പ്രിന്റ് ആവും. ചില സമയത്ത് നമ്മുടെ ബിൽഡ് പ്ലേറ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അഡ്ഹഷൻ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബെഡ് ലെവലിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. വളരെ ചെറിയ ഇഷ്യൂസേ ഉണ്ടാകത്തുള്ളതായിരിക്കും. പക്ഷേ ഈ സ്പീഡിൽ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഇത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യും. സോ എപ്പോഴും ഇനിഷ്യൽ ലെയർ സ്പീഡ് ഒരു 18 to 20 കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ദ തേർഡ് പോയിന്റ് ഗൈസ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ലെയർ ഹൈറ്റ് ആണ്. So this is everything. As you all know, layer height is the main thing that's affecting the print quality. സ്ലൈസറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലെയർ ഹൈറ്റിന് പല ഓപ്ഷൻസ് ഉണ്ട്. ഡൈനാമിക് ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, സൂപ്പർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ക്വാളിറ്റി ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ലെയർ ഹൈറ്റിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ്. 0.16 mm കാണും, 0.08 mm കാണും, അങ്ങനെ പല മെഷർമെന്റ്സിൽ ലെയർ ഹൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദ തിങ് ഈസ്, ലെയർ ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് പ്രിന്റ് ക്വാളിറ്റി കൂടും. ദാറ്റ്സ് ദ തിങ്. പക്ഷേ ഈ ലെയർ ഹൈറ്റ് ആയിട്ട് കളിക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്.
നമ്മൾ വിചാരിക്കും മാക്സിമം ലെയർ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രിന്റ് സ്പീഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് 2 മണിക്കൂർ എടുത്ത് നിങ്ങൾ പ്രിന്റ് ചെയ്യേണ്ട ഒരു സാധനം നിങ്ങൾ ഈ ലെയർ ഹൈറ്റ് കുറച്ച് പരമാവധി കുറച്ച് പ്രിന്റ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പരമാവധി കുറച്ച് പ്രിന്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ അത് 5 മണിക്കൂർ എടുത്തെന്നിരിക്കും, ചിലപ്പോൾ അത് 6 മണിക്കൂർ എടുത്തെന്നിരിക്കും. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ ലെയർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡിന് മാറ്റം വരും. എന്തുമാത്രം ലെയർ ഹൈറ്റ് കുറയ്ക്കുന്നോ അത്രത്തോളം പ്രിന്റ് ടൈമും കൂടും. സോ ഈ ലെയർ ഹൈറ്റ് വെച്ച് നമുക്ക് കുറച്ചൊന്ന് എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. എനിക്ക് ആവശ്യമായ ലെയർ ഹൈറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അത് നിങ്ങളുടെ പ്രോഡക്റ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത് നല്ലത്. എനിക്ക് നല്ല മികച്ചൊരു പ്രിന്റ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ലെയർ ഹൈറ്റ് മാക്സിമം കുറച്ച് ചെയ്യാം. അതേസമയം പ്രിന്റ് ക്വാളിറ്റി നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെയർ ഹൈറ്റ് കൂട്ടി പ്രിന്റ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിലമെന്റ്സ് ആൻഡ് ടെമ്പറേച്ചേഴ്സ്. നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ ഒരു പോയിന്റ് എടുത്തിട്ടേക്കുന്നത്. ഗൈസ്, ദിസ് ഈസ് ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ബിക്കോസ് ഇപ്പോൾ 3D പ്രിന്റിംഗ് ഈ ഒരു മേഖലയിലേക്ക് ഒരുപാട് കമ്പനികൾ പല കൈൻഡ് ഓഫ് ഫിലമെന്റുകളായിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം കമ്പനീസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഓൺലൈനിൽ നിന്ന് ഒരു ഫിലമെന്റ് വാങ്ങി പ്രിന്റ് ചെയ്ത ശേഷം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിന്ററിനെ ബ്ലെയിം ചെയ്യാറുണ്ട്. ഇത് ക്വാളിറ്റി ലഭിക്കുന്നില്ല, എൻ്റെ പ്രിന്റർ മോശമാണ് എന്ന രീതിയിൽ നമ്മൾ പ്രിന്ററിനെ ബ്ലെയിം ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നല്ല ഫിലമെന്റുകൾ ലഭിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. ഒരുപാട് ഫിലമെന്റ് കമ്പനീസ് അവൈലബിൾ ആയ ഈ ഒരു സാഹചര്യത്തിൽ ബെസ്റ്റ് ഫിലമെന്റ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. സോ ഇഫ് യു ആസ്ക് മീ, ലൈക്ക് ചൂസിങ് എ ബെസ്റ്റ് ഫിലമെന്റ് ഈസ് ലൈക്ക് റിയലി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ ബ്രാൻഡുകളുടെ ഫിലമെന്റ് ആണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രിന്റ് ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രിന്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് 3D പ്രിന്റിംഗ് ചെയ്യുന്നത്. പ്രിന്റ് ക്വാളിറ്റി അത്ര മൈ ഫസ്റ്റ് പോയിന്റ് അല്ല എന്നുള്ളവർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരു കമ്പനി ഉണ്ട്, വോൾ 3D എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഫിലമെന്റ് യൂസ് ചെയ്യാവുന്നതാണ്. എന്താ പറയുക, ഡീസെന്റ് ഫിലമെന്റ് ആണ്. ഒരുപാട് ബെസ്റ്റ് ഫിലമെന്റ് ഒന്നും അല്ല, ഡീസെന്റ് ഫിലമെന്റ് അത്രയേ ഉള്ളൂ. വോൾ 3Dയുടെ ഫിലമെന്റ്സ് നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എൻ ഓക്കെ ഫിലമെന്റ്, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ചുകൂടെ ഒരു ബെസ്റ്റ് എന്ന് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈൻഡ് ഓഫ് ഫിലമെന്റ് എന്ന് പറയുന്നത് ന്യൂ മേക്കേഴ്സിന്റെ ഫിലമെന്റ് ആണ്. ന്യൂ മേക്കേഴ്സിന്റെ ഫിലമെന്റ് ആണ് വോൾ 3D വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. വളരെ നല്ല ഫിലമെന്റ് ആണ് ന്യൂ മേക്കേഴ്സിന്റെ എന്ന് പറയുന്നത്. ന്യൂ മേക്കേഴ്സിന്റെ ഫിലമെന്റ് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇഫ് യു ആസ്ക് മീ, ഐ പ്രിഫർ ന്യൂ മേക്കേഴ്സ് than this wall 3D. It's better for me. മറ്റൊരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിലമെന്റ്സ് നിങ്ങൾക്ക് ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും. ഫ്ലാഷ് ഫോർജിന്റെ ആണെങ്കിലും ഈസണിന്റെ ആണെങ്കിലും ഇത്തരം ഫിലമെന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ്. ലൈക്ക് ദേ ആർ എ ബിറ്റ് എക്സ്പെൻസീവ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലേക്ക് പോവാം. ഫ്ലാഷ് ഫോർജ് അല്ലെങ്കിൽ ഈസൺ ഇതിലേക്കൊക്കെ പോവാം. ഡെഫിനറ്റ്ലി ദേ വിൽ ഗിവ് യു ദ പ്രിന്റ് ക്വാളിറ്റി ദാറ്റ് യു വിൽ ബി എക്സ്പെക്ടിങ്. ബട്ട് ഞാൻ കൂടുതലും ഈ ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ന്യൂ മേക്കേഴ്സിന്റെ ഫിലമെന്റുകൾ പ്രിന്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല പ്രിന്റ് ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്, ഒരുപാട് പ്രൈസും വരുന്നില്ല. സോ I'll go for new makers. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫിലമെന്റ് ചൂസ് ചെയ്തു. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഫിലമെന്റ് കറക്റ്റ് ചൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിന്റെ കറക്റ്റായ ടെമ്പറേച്ചറിൽ പ്രിന്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഓരോ കമ്പനിക്കും ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും അവരുടെ ഫിലമെന്റിനുള്ളത്. ഫോർ എക്സാമ്പിൾ, വോൾ 3Dയുടെ PLA Pro Plusന്റെ ടെമ്പറേച്ചർ ആയിരിക്കില്ല ന്യൂ മേക്കേഴ്സിന്റെ PLA Pro Plusന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. There will be like a really small difference. There might be. So ആ കമ്പനി പറയുന്ന ടെമ്പറേച്ചറിൽ പ്രിന്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് മികച്ച പ്രിന്റ് ക്വാളിറ്റി ലഭിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ PLA Pro Plus പ്രിന്റ് ചെയ്യുന്നത് 215 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ PLA Pro Plus നോസൽ ടെമ്പറേച്ചർ പ്രിന്റ് ചെയ്യുന്നത്. അതേസമയം ബെഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഈ ടെമ്പറേച്ചർ ലിമിറ്റിൽ പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ മികച്ച പ്രിന്റ് ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. ഈ 215 എന്നുള്ളത് നമ്മൾ കുറഞ്ഞ് 200 ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രിന്റ് ക്വാളിറ്റി അത് വളരെയധികം ബാധിക്കും. സോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കറക്റ്റ് ഫിലമെന്റ് ചൂസ് ചെയ്യുക, കറക്റ്റ് അതിൻ്റെതായ ടെമ്പറേച്ചറിൽ പ്രിന്റ് ചെയ്യാനുള്ളത്. സോ അതോടുകൂടി നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റിൽ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം ആദ്യമേ. ഒന്നാമത്തെന്ന് പറയുന്നത് ഇസഡ് ആക്സിസ് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്കറിയാം, പ്രിന്റിങ്ങിനെ ലെയർ ബൈ ലെയർ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത്. സോ ഈ ഇസഡ് ആക്സിസിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ പ്രിന്റിൽ വളരെ വലിയ രീതിയിൽ എടുത്ത് കാണിക്കും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇസഡ് ആക്സിസിൽ യൂസ് ചെയ്യുന്ന ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത്. ഈ ലീഡ് സ്ക്രൂവിന്
ചെറിയൊരു ബെൻഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തേയ്മാനം ഉണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ പ്രിന്റിൽ നല്ല രീതിയിൽ എടുത്ത് കാണിക്കും. ഇത് തിരിച്ചറിയാൻ വളരെ ഈസിയാണ്. കാരണം എന്ന് പറയുന്നത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്രിന്റിൽ കണ്ടുകൊണ്ടേയിരിക്കും. ഇത് കൂടുതൽ സംഭവിക്കുന്നത് ഈ ലീഡ് സ്ക്രൂവിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണ്. സ്റ്റെപ്പർ മോട്ടറിന് അങ്ങനെ പ്രശ്നങ്ങൾ വരാറില്ല. അല്ലെങ്കിൽ ലീഡ് സ്ക്രൂവിനോ ഈ ലീഡ് സ്ക്രൂവും സ്റ്റെപ്പർ മോട്ടറും കണക്ട് ചെയ്തേക്കുന്ന കപ്ലറിനോ ഇതിനൊക്കെ പ്രശ്നം വരുമ്പോഴാണ് കൂടുതലും പ്രിന്റിൽ ഇത് ഡിസ്പ്ലേ ആവുന്നത്. ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഇസഡ് ആക്സിസ് സിസ്റ്റത്തിൽ നിന്നും ഡ്യുവൽ ഇസഡ് ആക്സിസ് സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നതാണ്. അതിന്റെ ഫലമായിട്ട് പ്രിന്റ് ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ വരും. പ്രിന്റ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഡ്യുവൽ ഇസഡ് ആക്സിസ് സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മികച്ച ഓപ്ഷൻ തന്നെയാണ്. സോ അതോടുകൂടി ഞാൻ പറഞ്ഞ അഡീഷണൽ ടിപ്പിലേക്ക് പോവാണ്. അഡീഷണൽ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിന്റ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ സ്ലൈസറിൽ ഒരു സെറ്റിംഗ് ഉണ്ട്. അതായത് അയണിംഗ് എന്ന് പറയും, പലരും കേട്ടിട്ടുണ്ടാവാം. ആസ് ദ നെയിം സജസ്റ്റ്, അയണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിന്റിന്റെ ടോപ്പ് ലെയേഴ്സിൽ ഒരു അയണിങ് ചെയ്യുന്ന പോലെയാണ്. അതായത് ഹീറ്റഡ് നോസിൽ കൊണ്ട് ആ ടോപ്പ് ലെയറിൽ നല്ല രീതിയിൽ ഒരു പ്രത്യേക പാറ്റേണിൽ മൂവ് ചെയ്യിക്കുന്നതാണ് ഈ അയണിങ് എന്ന് പറയുന്നത്. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിനിഷിംഗ് ആയിരിക്കും ഈ ഒരു സമയത്ത് നമ്മുടെ ടോപ്പ് ലെയറിൽ കിട്ടുക എന്ന് പറയുന്നത്. പേഴ്സണലി ഞാൻ ഒട്ടും അയണിങ് സജസ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്ന് പറയുന്നത് ഈ അയണിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കിട്ടുന്ന ഫിനിഷിങ്ങിനോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപാട് 3D പ്രിന്റിംഗ് ക്രിയേറ്റേഴ്സ് അയണിങ് സജസ്റ്റ് ചെയ്യുന്നവരുണ്ട്, സജസ്റ്റ് ചെയ്യാത്തവരുണ്ട്. അയണിങ്ങിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് വളരെയധികം പ്രിന്റ് ടൈം എടുക്കും. അയണിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് സമയം എടുക്കും. പ്രിന്റ് ചെയ്ത ശേഷം അയണിങ് ചെയ്യാനായിട്ട് മാത്രം കുറച്ചധികം ടൈം എടുക്കും. സോ ഗൈസ്, എനിവേസ് ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഇത് നിങ്ങളുടെ പ്രിന്ററിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റെസ്പോൺസ് എന്തായാലും അത് കമന്റ് ചെയ്ത് അറിയിക്കുക. സോ ബൈ ദാറ്റ് ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. 3D പ്രിന്റിംഗ് ടിപ്സ് ആൻഡ് അപ്ഡേറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റിന് ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. സോ മൈ ഫ്രണ്ട്സ്, സീ യു സൂൺ, ടേക്ക് കെയർ ആൻഡ് ബൈ.